എല്ലാവർക്കും കഥകളിലേക്ക് സ്വാഗതം. ഇപ്രാവശ്യം ഉരഗങ്ങളിൽ പാമ്പുകളെ പറ്റിയാണ് പറയുന്നത്. കേരളത്തിൽ പാമ്പുകടിയേറ്റ് ഈയിടെ ഒരു കുഞ്ഞു മരിച്ചിരുന്നു. ഇതുപോലെ വർഷം തോറും പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ പാമ്പുകൾ വീട്ടിനുള്ളിൽ കയറാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, പാമ്പുകളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. നമ്മുടെ നാട്ടിൽ കാവുകളും കുളങ്ങളും എല്ലാം ഉണ്ട് അല്ലേ. നമ്മൾ പാമ്പുകളെ ആരാധിക്കുന്നുമുണ്ട്, സർപ്പങ്ങളെ. ഈ കാവുകളും കുളങ്ങളും ക്രമേണ നശിപ്പിക്കപ്പെടുകയും അവയ്ക്ക് ശരിക്കുള്ള ആവാസ വ്യവസ്ഥ ലഭിക്കാതെ വരികയും ചെയ്യുമ്പോഴാണ് ഈ പാമ്പുകൾ പുറത്തിറങ്ങുന്നത്. അതുകൂടാതെ ഇപ്പോൾ കേരളത്തിൽ അതിഭയങ്കരമായ ചൂടാണ്. ഈ ചൂട് കാരണവും ഉരഗങ്ങൾ പ്രധാനമായും പാമ്പുകൾക്ക് അവയ്ക്ക് സഹിക്കാൻ വയ്യാതാവുമ്പോൾ അവ തണുപ്പ് തേടി പുറത്തിറങ്ങുന്നുണ്ട്. ശീതരക്തമുള്ള ഇനം ഉരഗങ്ങളാണ് പാമ്പുകൾ. പ്രധാനമായും കേരളത്തിലെ 90% പാമ്പുകൾ വിഷമില്ലാത്തവയാണ്. എന്നാൽ കടൽ പാമ്പുകൾക്കും കരയിലെ 5 ഇനം പാമ്പുകൾക്കുമാണ് മനുഷ്യജീവൻ അപഹരിക്കാൻ കഴിയുന്നത്. അതിൽ പ്രധാന രാജവെമ്പാലയാണ് ഏറ്റവും കൂടുതൽ വിഷമുള്ളത്. അത് അപൂർവമായി മാത്രമാണ് കടിക്കാറുള്ളത്. മുഴമൂക്കൻ, കുഴിമണ്ഡലി അവ കടിയേറ്റ് അപൂർവ മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അണലി, മൂർഖൻ, ചുരുട്ടമണ്ഡലി, വെള്ളിക്കെട്ടൻ അഥവാ ശംഖുവരയൻ, ചേനത്തണ്ടൻ ഇവയാണ് പ്രധാനമായും മരണകാരണമായ വിഷമുള്ളത്. വീടിൻ്റെ പരിസരത്തായിട്ട് ആര്യവേപ്പ് അഥവാ നീം ട്രീ വെച്ച് പിടിപ്പിക്കുന്നത് പാമ്പുകളുടെ ശല്യം ഒഴിവാക്കാൻ ഫലപ്രദമാണ്. കാരണം ഈ വേപ്പിലയുടെ രൂക്ഷഗന്ധം പാമ്പുകൾക്ക് സഹിക്കില്ല. അപ്പം വേപ്പില വീടിൻ്റെ വാതിലുകളിലും ജനലുകളിലും ഒക്കെ തൂക്കിയിടുന്നത് നല്ലതാണ്. പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിൽ കൊതുക് ശല്യം ഒഴിവാക്കാൻ തുമ്പയുടെ പൂക്കൊല പറിച്ച് അത് തൂക്കിയിടാറുണ്ടായിരുന്നു. അതുപോലെ വേപ്പില തൂക്കിയിടാറുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല. പക്ഷെ അതൊക്കെ നല്ലതാണ്. പഴയ ആളുകൾക്ക് നാട്ടറിവുകൾ ഒരുപാടുണ്ടായിരുന്നു. ഇനി വീടിനുള്ളിൽ പാമ്പ് കയറാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനവും ചൂടും കാരണമാണ് പാമ്പുകൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് വർദ്ധിച്ചു വരുന്നത്. വീടിനുള്ളിൽ നിലത്തുറങ്ങുന്നത് ഒഴിവാക്കി കട്ടിൽ ഉപയോഗിക്കുക. കൊതുകുവല നിർബന്ധമാക്കുക. വാതിലിനടിയിലെ വിടവുകൾ അടയ്ക്കുക. വീടിനുള്ളിൽ സാധനങ്ങൾ വലിച്ചുവാരി ഇടാതിരിക്കുക. വീടിന് പുറത്ത് പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കുക. രാത്രിയിൽ അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് പുറത്തു പോകുമ്പോൾ ടോർച്ച് ഉപയോഗിക്കുക. പിന്നെ ചെരുപ്പുകളും വിറകും ഉപയോഗിക്കുന്നതിന് മുമ്പ് പരിശോധിക്കുക. കാരണം ഇപ്പോൾ പാചകവാത ഇടയ്ക്ക് കിട്ടാനില്ല എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ വിറക് ധാരാളമായി വാങ്ങിക്കൂട്ടുന്ന പ്രവണത കേരളത്തിൽ ഇപ്പോൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ വിറക് പുര വീടിൻ്റെ വെളിയിലാണെങ്കിൽ അവിടെ രാത്രിയിൽ പോയി വിറകെടുക്കാതിരിക്കുക. പകൽ സമയത്ത് വെളിച്ചമുള്ളപ്പോൾ മാത്രം വിറകിൻ്റെ ഇടയിലും അവിടെയെല്ലാം ശ്രദ്ധിച്ചിട്ട് മാത്രം വിറകുകൾ എടുക്കുക. കാരണം അവിടെയൊക്കെ ഈ പാമ്പ് തണുപ്പ് നോക്കി അവിടെയൊക്കെ ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ എലികളെ നിയന്ത്രിക്കുക. പിന്നെ അടിയന്തര സാഹചര്യത്തിൽ പാമ്പിനെ കണ്ടാൽ അവയെ പിടിക്കാൻ ശ്രമിക്കാതെ വനം വകുപ്പിൻ്റെ സർപ്പ എന്ന ആപ്പ് വഴി സഹായം തേടുക. അപ്പോൾ അവർ പാമ്പ് റെസ്ക്യൂവേഴ്സിനെ അതുവഴി വിവരം അറിയിക്കും. അപ്പോൾ പാമ്പ് കടി ഏറ്റാൽ ഉടൻ തന്നെ ആൻറ്റി സ്നേക്ക് വെനമുള്ള സൗകര്യമുള്ള ആശുപത്രിയിൽ എത്തിക്കുക. ഇനി ഒരാളെ പാമ്പ് കടി ഏറ്റാൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രഥമ ശുശ്രൂഷ എന്തൊക്കെയാണെന്ന് പറയാം. പാമ്പ് കടി ഏറ്റയാളെ ശാന്തനാക്കുക. ഭീതി ഉണ്ടാക്കാതിരിക്കുക. അനാവശ്യമായി ചലനം ഒഴിവാക്കുക. അതായത് മൂവ്മെൻറ്റ് കൂടുമ്പോൾ രക്തയോട്ടം കാരണം ഈ വിഷം വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അനാവശ്യമായ മൂവ്മെൻറ്റ്സ് ഒഴിവാക്കുക. പിന്നെ കടിയേറ്റ ഭാഗം അനക്കാതിരിക്കുക. പ്രത്യേകിച്ചും കടിയേറ്റ വ്യക്തിയെ ഓടാനോ നടക്കാനോ അനുവദിക്കാതെ എടുത്തോ സ്ട്രെച്ചറിൽ കിടത്തിയോ ആശുപത്രിയിലെത്തിക്കുക. മുറിവൊരിക്കലും അമിതമായി മുറുക്കി കെട്ടാതിരിക്കുക. എത്രയും വേഗം ആശുപത്രിയിലെത്തിക്കുകയാണ് പ്രധാനമായുള്ളത്. ആശുപത്രിയിലേക്ക് ഈ വ്യക്തിയെ കൊണ്ടുപോകുമ്പോൾ കടിച്ച പാമ്പിനെ പിടിച്ചുകൊണ്ട് പോവുകയോ അതിനെ കൊന്നുകൊണ്ട് പോവുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അത്രയും സമയം കൂടി പാഴാക്കാതെ എത്രയും വേഗം, അതായത് ടൈമിംഗ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം പാമ്പ് കടിയേറ്റാൽ സമയോചിതമായ പ്രഥമ ശുശ്രൂഷയും വിദഗ്ധ ചികിത്സയും നൽകിയാൽ നമുക്ക് ജീവൻ രക്ഷിക്കാൻ കഴിയുന്നതാണ്. താലൂക്ക് തലം മുതലുള്ള എല്ലാ ആശുപത്രികളിലും പാമ്പുകടി ചികിത്സയ്ക്കുള്ള ആൻറ്റി സ്നേക്ക് വെനം ലഭ്യമാണ്. രോഗലക്ഷണങ്ങളും ലാബ് പരിശോധനകളും അടിസ്ഥാനമാക്കി അതിന് പ്രകാരമാണ് ആൻറ്റി സ്നേക്ക് വെനം നൽകുന്നത്.
അപ്പോൾ കഴിവതും രാത്രികാലങ്ങളിൽ അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം പുറത്തിറങ്ങാൻ ശ്രദ്ധിക്കുക. ഇറങ്ങുന്ന സമയത്ത് ഒരു ടോർച്ച് ലൈറ്റ് ഉപയോഗിക്കുക. നടക്കുന്ന പാതയിൽ വെളിച്ചം ഉള്ള സ്ഥലത്തൂടെ പോവുക. കഴിവതും ഒറ്റയ്ക്ക് നടക്കാതിരിക്കുക. ഇനി വഴിവക്കിൽ ഒരു പാമ്പിനെ കണ്ടാൽ അതിനെ തല്ലി കൊല്ലാൻ ശ്രമിക്കാതെ അവിടെ നിന്ന് രക്ഷപ്പെടുക. കാരണം നിങ്ങൾ അതിനെ കൊല്ലാൻ ശ്രമിച്ചാൽ അത് നിങ്ങളെ ആക്രമിച്ച് കടിക്കാൻ സാധ്യതയുണ്ട്. ചൂട് അധികമായത് കാരണം ഇഴജന്തുക്കൾ, പാമ്പ് ഉൾപ്പെടെയുള്ളവയെല്ലാം തന്നെ തണുപ്പ് പ്രദേശങ്ങൾ തേടിപ്പോകുന്ന സമയമാണ്. വീടിനോട് ചേർന്ന് വിറക്, തൊണ്ട്, ചിരട്ട, തുണികൾ തുടങ്ങിയവയൊന്നും കൂട്ടിവെക്കാതിരിക്കുക. പുല്ലും കുറ്റിച്ചെടികളും വെട്ടി വൃത്തിയാക്കി സൂക്ഷിക്കുക. വീടിനോട് സമീപത്തുള്ള മാളങ്ങളൊക്കെ എന്തെങ്കിലും ദ്വാരങ്ങളുണ്ടെങ്കിൽ അതെല്ലാം അടയ്ക്കുക. കരിയിലകളിലൂടെയും കുറ്റിച്ചെടികളിലൂടെയും നടക്കാൻ ശ്രമിക്കരുത്. കാൽപാദം സംരക്ഷിക്കുന്ന ചെരുപ്പുകൾ ധരിക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് കിടക്കയും പുതപ്പും സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുക. കിടക്കുന്ന സ്ഥലം വൃത്തിയായി സുരക്ഷിതമായി സൂക്ഷിക്കുക. ചെരുപ്പ്, വസ്ത്രങ്ങൾ, ബാഗ്, ഹെൽമറ്റ്, വാഹനങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതിന് മുമ്പ് അത് പരിശോധിച്ചിട്ട് ഉപയോഗിക്കുക. ഏറ്റവും അടുത്തുള്ള സ്നേക്ക് റെസ്ക്യൂവേഴ്സിനെ ലഭിക്കാൻ വനം വകുപ്പിൻ്റെ സർപ്പ ആപ്പ് സഹായിക്കും. ഇനി പാമ്പിൻ്റെ ശത്രുക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. കീരി, പരുന്ത്, മൂങ്ങ, മയിൽ, കൽക്കം അഥവാ ടർക്കി കോഴി, ഗിനിക്കോഴി, കാട്ടുപൂച്ച, കുറുക്കൻ എന്നിവയാണ്. ടർക്കി, ഗിനി തുടങ്ങിയ കോഴികൾ പാമ്പുകളുടെ സാന്നിധ്യം കണ്ടാൽ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുകയും അവയെ കൂട്ടമായി ആക്രമിക്കുകയും ആഹാരമാക്കുകയും ചെയ്യും. ടർക്കി ഇടത്തരം പാമ്പുകളെ ആഹാരമാക്കുകയും ഗിനിക്കോഴി ചെറിയ പാമ്പുകളെ ആഹാരമാക്കുകയും ചെയ്യും. ഇനി വിഷമില്ലാത്ത പാമ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചേര, മലമ്പാമ്പ്, മണ്ണൂലി, ഇരുതലമൂരി, നീർക്കോലി, ചെറുപാമ്പ് അഥവാ ബ്രാഹ്മണി കുരുടി എന്നിവ വിഷമില്ലാത്തവയാണ്. വിഷപ്പാമ്പുകളായി പൊതുവെ പറഞ്ഞു വരുന്നത് രാജവെമ്പാല, മൂർഖൻ, മോതിരവളയൻ അതായത് മോതിരം പോലെ വളയം കാണുന്നത്, പിന്നെ മഞ്ഞവരയൻ, കറുത്ത ശംഖുവരയൻ, എഴുത്താണി മൂർഖൻ, എട്ടടി മൂർഖൻ, കടൽപ്പാമ്പ്, അണലി, ചുരുട്ടാണലി, മര അണലി, മുള അണലി, സ്പിറ്റിംഗ് കോബ്ര, മുഴമൂക്കൻ കുഴിമണ്ടലി, മുളമണ്ടലി, കാട്ടുകുഴിമണ്ടലി, ചോല കുഴിമണ്ടലി, കുതിരക്കുളമ്പൻ കുഴിമണ്ടലി. ഈ ചുരുട്ടമണ്ടലി അല്ലെങ്കിൽ കാട്ടുകുഴിമണ്ടലി എന്നിവ പറയുന്നത് മിക്കവാറും ഉള്ളത് കുഴി ഉണ്ടാക്കി അതിൽ കിടക്കുകയാണ്. ഇവ ഈ മണ്ണിൻ്റെ കളർ ഒരുമാതിരി ബ്രൗൺ കളർ ആയതുകൊണ്ട് ഇതിനെ പെട്ടെന്ന് തിരിച്ചറിയില്ല. അപ്പം മണ്ണിലൊക്കെ കളിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിലും ശ്രദ്ധിക്കുക. ഒരുപാട് കാട്ടുപ്രദേശങ്ങളിൽ പോയി കളിക്കാതിരിക്കുക. ഈ കുഴിയിലൊക്കെ ഈ പാമ്പുകൾ ചുരുണ്ടുകൂടി കിടക്കാറുണ്ട്. ഈ തണുപ്പ് തേടി കുഴിയൊക്കെ ഉണ്ടാക്കി അല്ലെ അതിലൊക്കെ ചുരുണ്ട് കിടക്കാറുണ്ട്. അതുപോലെ മരത്തിൽ മിക്കവാറും ചില പാമ്പുകൾ മരത്തിലൊക്കെ ഈ അണലിയൊക്കെ മരയണലി, മുളയണലി അങ്ങനെയൊക്കെയുള്ള ഈ മുളംകൂട്ടത്തിൽ മരങ്ങളിലൊക്കെ ആയിട്ട് സാധാരണ കാണുന്നുണ്ട്. കൂടുതൽ കാടുള്ള പ്രദേശങ്ങളിൽ അവ കാണാറുണ്ട്. വീടിനോട് ചേർന്ന് അധികം ചെടികൾ വളർത്താതിരിക്കുക. വീടിന് കുറച്ച് അകലം പാലിച്ച് മാത്രം ചെടികൾ നടുക. അതല്ലെങ്കിൽ ആര്യവേപ്പ് പോലെയുള്ള ചെടികൾ വീടിനടുത്ത്, തുളസി, ആര്യവേപ്പ് അത് തന്നെ കാട് പിടിക്കാൻ നോക്കുക. ഈ മുന്തിരി പോലെയുള്ള ചെടികൾ വീടിനകത്തോട്ട് പടർത്തിയിടുന്ന, വീട്ടിലേക്ക് വെളിയിൽ നിന്ന് വീട്ടിലേക്ക് പടർന്നു കയറുന്ന ചെടികൾ ഒഴിവാക്കുക. മുന്തിരി, ഫാഷൻ ഫ്രൂട്ട് അങ്ങനെയൊക്കെയുള്ള ചെടികൾ വേറെ പന്തലിട്ട് വീടിന് കുറച്ച് അകലെയായിട്ട് മാത്രം വളർത്തുക. കാരണം ഈ പടർന്നു കയറുന്ന ചെടികളിൽ കൂടി ഈ പാമ്പുകൾ വീടിനകത്ത് കയറാൻ സാധ്യതയുണ്ട്. 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം പാമ്പുകളെ കൊല്ലുന്നത് 25,000 രൂപ പിഴയോ 3 വർഷം തടവോ ലഭിക്കുന്ന കുറ്റമാണ്. പെരുമ്പാമ്പാണ് ഇതിൽ 1-ാം ഷെഡ്യൂളിലുള്ളത്. 6 വർഷം തടവോ പിഴയുമാണ് അവയെ ഉപദ്രവിച്ചാലുള്ളത്. ചേര, മൂർഖൻ, അണലി, നീർക്കോലി, രാജവെമ്പാല എന്നിവ 2-ാം ഷെഡ്യൂളിലാണുള്ളത്. ഇവയെ കൊല്ലുന്നതും ശിക്ഷയ്ക്ക് കാരണമാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് കേരള വനം വകുപ്പിൻ്റെ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പർ 1800-425-4733 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. സർപ്പാരാധന പതിവുള്ള കേരളത്തിൽ പക്ഷേ വിഷപ്പാമ്പുകളെ ആരും പ്രോത്സാഹിപ്പിക്കാറില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ വിഷപ്പാമ്പായ കാളിയൻ്റെ അഹങ്കാരം അടക്കിയിട്ടുണ്ട്. അതിനാൽ പാമ്പുകളെ കണ്ടാൽ അവയെ സ്വയം കൈകാര്യം ചെയ്യാതെ കേരള ഗവൺമെൻറ്റിൻ്റെ സർപ്പ ആപ്പ് വഴി അവരെ വിവരം അറിയിക്കുക. അവർ റെസ്ക്യൂവേഴ്സിനെ വിവരം അറിയിക്കുന്നതാണ്.
സത്യം പറഞ്ഞാൽ വാവ സുരേഷിനെ പോലുള്ളവർ വളരെ നല്ലൊരു പ്രവൃത്തിയാണ് ഈ പാമ്പുകളെ പിടിച്ച് ജനങ്ങളെ രക്ഷിക്കുന്നതിലൂടെ ചെയ്യുന്നത്. എല്ലാവരും ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.